ഹൈക്കമാൻഡിൻ്റെ വാക്ക് വെറും വാക്കായോ വെറും വാക്കു പിന്നെ പകപോക്കലായോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ശ്രീ NP ചെക്കുട്ടി, ഇന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കുകയാണ് കോഴിക്കോട്, ഇവിടെ എനിക്ക് പ്രതിഷേധമൊന്നുമില്ല, DCC പുനഃസംഘടനകൾ നടന്നിരിക്കുന്നു, അതുവരെയുള്ള കാര്യങ്ങൾ ശരി. ഹൈക്കമാൻഡോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തുടർ നടപടികൾക്ക് സംഘടനാ തെരഞ്ഞെടുപ്പാണ് വേണ്ടത് എന്നാണ്. എന്നുവെച്ചാൽ സുധീരനെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നതിൻ്റെ സംഘടനാപരമായിട്ടുള്ള ഒരു പ്രതികരണം, ഒരു നിലപാട്. അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ആ വാക്ക് എനിക്ക് നൽകിയിരിക്കുന്നുവെന്ന്, അതാണ് ഇനി വേണ്ടത് എന്ന് വെച്ചാൽ ഇനിയുള്ള നടപടികൾ എന്താണ്? 80 മുതൽ 100 വരെയുള്ള ഈ DCC ജംബോ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ ബാക്കി മേളിലേക്കുള്ള എല്ലാ ഘടകങ്ങളും പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്. അതിലൊക്കെ ഹൈക്കമാൻഡ് നൽകിയ വാക്ക് പാലിച്ചില്ലെങ്കിൽ ഉമ്മൻചാണ്ടി തുറന്ന യുദ്ധത്തിന് തന്നെയാണ് എന്ന് ഏറ്റവും മിതമായ ഭാഷയിൽ അദ്ദേഹം പറയുകയല്ലേ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു ഭീഷണിയൊന്നും പ്രയോഗിച്ചായിട്ടൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഒരു ഉമ്മൻചാണ്ടി പറഞ്ഞതിലൊരു വസ്തുതയുണ്ട്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് രമേശ് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് ആഭ്യന്തര വകുപ്പിലേക്ക് വരുന്ന സമയം മുതൽ KPCCയുടെ അധ്യക്ഷനായിട്ട് സുധീരൻ വരുന്ന സമയം മുതൽ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് സുധീരൻ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും മന്ത്രിസഭയെ വലിയ പ്രതിസന്ധിയിലെത്തിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉമ്മൻചാണ്ടി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിലൂടെ ഒരു പുതിയ KPCC അധ്യക്ഷൻ വരികയാണെങ്കിൽ സുധീരൻ വരുമെന്ന് നമുക്കങ്ങനെ ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം സുധീരൻ്റെ എന്നുവരെയുള്ള അനുഭവം നോക്കി അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമായ ഇമേജിനെ കുറിച്ച് ആർക്കും കുഴപ്പമില്ല. പക്ഷേ കോൺഗ്രസ് പോലുള്ളൊരു പാർട്ടിക്കകത്ത് സുധീരനെ പോലെ ഒറ്റയാനായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് എത്രത്തോളം ആ പാർട്ടിയുടെ ലീഡർഷിപ്പിൽ വരാൻ കഴിയും? കാരണം കോൺഗ്രസിന്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാലത്തും സ്ഥാപിത താല്പര്യങ്ങളെ പാർട്ടിക്കകത്തുണ്ട്, പല വിധത്തിലുള്ള ഹൈക്കമാൻഡിന്റെ പിന്തുണയാണ് പ്രശ്നം. ശ്രീ NP ചെക്കുട്ടി, ഹൈക്കമാൻഡിന്റെ പിന്തുണയാണ് പ്രശ്നം. VM സുധീരൻ ഇപ്പോ പാർട്ടിയുടെ ഐക്യത്തെ പറ്റി പറയുന്നു, ശുദ്ധൻ, മറ്റുള്ളവരൊക്കെ മോശക്കാർ എന്ന ഒരു സമീപനം എടുക്കുമ്പോൾ ഒരിക്കലും ആ പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇതാണ് ഇതിന്റെ പ്രശ്നം. അതുകൊണ്ട് സുധീരനെ മാറ്റി ഒരു പുതിയ ലീഡർഷിപ്പ് വരേണ്ടത് പാർട്ടിയെ റിവൈവ് ചെയ്യാൻ ആവശ്യമാണ്. അത് ഉമ്മൻചാണ്ടി പറയുന്നു. ഉമ്മൻചാണ്ടിക്ക് താല്പര്യം ഒരാൾ വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവും. എന്തായാലും ശരി, പാർട്ടിക്കകത്ത് ആഭ്യന്തര ജനാധിപത്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കഴിഞ്ഞ തവണ സുധീരനെ കൊണ്ടുവരുന്ന ഒരുപക്ഷെ ആന്റണി ആയിരിക്കണം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ടാവുക. അത് ഒരുപക്ഷെ തെറ്റിപ്പോയി എന്ന് ഇന്ന് കൂടുതലായിട്ട് പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും ഒരു ധാരണ വരികയാണ്. ഈ ഒരു റിയാലിറ്റിയാണ് കോൺഗ്രസിന് മുമ്പുള്ളത്. ഹൈക്കമാൻഡിനും ഒരുപക്ഷെ ഈ കാര്യങ്ങൾ ബോധ്യമായി വരുന്നത്. കാരണം സുധീരനെ ടീമിനെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ സുധീരൻ പരാജയപ്പെടുകയാണ് എന്ന് ഹൈക്കമാൻഡിന് കൂടി ബോധ്യപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 2 ചോദ്യങ്ങൾ ശ്രീ NP ചെക്കുട്ടി. ഒന്ന്, ഹൈക്കമാൻഡ് അങ്ങനെ ബോധ്യപ്പെടുന്നുണ്ടോ? ഹൈക്കമാൻഡ് ഇപ്പോഴും VM സുധീരനെ പിന്തുണയ്ക്കുന്നു എന്ന് മാത്രമല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ, താങ്കൾക്ക് കേൾക്കാമോ സാർ ഞാൻ പറയുന്നത്? പറഞ്ഞോളൂ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും നീക്കുപോക്കില്ല എന്നൊരു നിലപാടിലുമാണ്. പിന്നെ രാഹുൽ ഗാന്ധിക്ക് ഉമ്മൻചാണ്ടിയോടുള്ള നീരസവും ഒക്കെ പ്രകടമാണ്. അതുകൊണ്ട് അതിവേഗം ഉമ്മൻചാണ്ടിയുടെ ആവശ്യത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുമെന്ന് കരുതുക വയ്യ. മറുവശത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഹൈക്കമാൻഡ് സുധീരനെ പിന്തുണയ്ക്കുന്നു എന്ന് മാത്രമല്ല, കൂടുതൽ ഹൈക്കമാൻഡ് പുത്രന്മാരെ ജനിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ VD സതീശൻ 2 കൈകളും കൂപ്പി നിന്ന് പറയുന്ന ആ ശരീരഭാഷയൊക്കെ കേട്ടില്ലേ? ഈ സർക്കാർ അഴിമതിയുടെ കരിനിഴലാണെന്ന് പറയാൻ ഒരു അമാന്തവും കാട്ടാത്ത വ്യക്തിയാണ് ഇപ്പോൾ പറയുന്നത്. ആത്മവീര്യം കെട്ടുപോകും, ഞാൻ കൈകൂപ്പി എല്ലാവരോടും പറയുകയാണ്, എല്ലാവരും ഐക്യത്തോടെ നിൽക്കണം, ചെളിവാരി എറിയൽ നിർത്തണം എന്നൊക്കെ. അപ്പോൾ ഇനി ഈ പറയുന്ന സംഘടനാപരമായിട്ടുള്ള നേതൃമാറ്റങ്ങളിലേക്കെങ്ങാനും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വന്നാൽ പോലും അടുത്ത അവസരത്തിലേക്ക് കാക്ഷിക്കുന്നവർ ഇന്നിപ്പോൾ ഫേസ്ബുക്കിൽ സജീവമായ മറുപടികൾ പറയുന്നു. VD സതീശനെ പോലുള്ളവർ തുറന്ന ഹൈക്കമാൻഡിൻ്റെ മുഖമായി മാറുന്നു. ഇതൊക്കെ ഇവിടെ സംഭവിക്കുകയല്ലേ? ഇല്ല, അങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിട്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ അടിത്തറയിലുള്ള ആളുകളെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട്, ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ബേസുള്ള ലീഡേഴ്സിനെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ടൊന്നും കോൺഗ്രസിന് മുമ്പോട്ട് വന്നു. നേരത്തെ പല സ്ഥലങ്ങളിൽ അവർ ശ്രമിച്ചിരുന്നു. ആസാമിൽ അതിന്റെ റിസൾട്ട് അവിടെ ഒന്നുമില്ലാതെ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് രാഹുലിന്റെ നോമിനിയായിരുന്നു. അവിടെ ഇതുപോലെ വേരോടാൻ കഴിയാതെ പോയി. PCC അധ്യക്ഷൻ നിലയിൽ, അതുപോലെ തന്നെ സിന്ധ്യയുടെ മകൻ
ഹലോ അതെ, ഇതൊക്കെയാണ് കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലൊരു നേതാവിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് AICCക്ക് ലീഡർഷിപ്പിന് പോകാൻ കഴിയില്ല. ഇതാണ് റിയാലിറ്റി. അത് പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കൊണ്ട് മാത്രം കേരളം പോലൊരു സ്ഥലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയില്ല. അത് എന്ന് ഹൈക്കമാൻഡിന് ബോധ്യമൊന്നും അവർ കുറേ ഉമ്മൻചാണ്ടിയെ പോലുള്ള ആളുകൾ കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന നിലപാടിലേക്ക് വന്നേ പറ്റൂ. ശരി, ശ്രീ ചെറിയാൻ ഫിലിപ്പ്, എനിക്ക് ശ്രീ ജോസഫ് വാഴക്കലിലേക്ക് പോകുന്നതിന് മുൻപ് എക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് മുമ്പ് താങ്കൾ. എയുടെ ഒരു വക്താവായിരുന്നു. അതെ, എപ്പോഴും സജീവമാവുക ഒരു വലിയ പാർലമെൻ്ററി രംഗത്തെ പ്രതിപക്ഷ സ്ഥാനം എന്ന നിലയിലോ ഒന്നുമല്ല. അവർ ഏറ്റവും ശക്തമായി പ്രതിപക്ഷത്തിൻ്റെ റോളെടുക്കുക പാർട്ടിക്കകത്താണ്. കെ കരുണാകരനെതിരെ ഏറ്റവും ശക്തമായ പ്രതിപക്ഷമായി പാർട്ടിക്കകത്ത് നിൽക്കാൻ എക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുഖമാണ് ഉമ്മൻചാണ്ടി. ഇപ്പോൾ ഉമ്മൻചാണ്ടി വീണ്ടും ആ പ്രതിപക്ഷ വേഷം എടുത്തിടുകയാണ്. അത് സ്വാഭാവികമായും അപ്രതിഹതമായൊരു ശക്തിയായി പരിണമിക്കാനും പോവുകയാണ്. KPCCയുമായുള്ള നിസ്സഹകരണം എന്നത് അവരുടെ ഒരു ചെറിയ നിലപാടല്ല. അത് ഹൈക്കമാൻഡിനോടുള്ള നിസ്സഹകരണമായി വളരാനുള്ള സാധ്യതകളും ഒട്ടും തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് ഇതൊരു അന്തിമ യുദ്ധമാണെന്ന് താങ്കൾ കരുതുന്നില്ലേ? അങ്ങനെ അന്തിമ യുദ്ധമൊന്നും പറയാൻ പറ്റില്ല. എങ്കിൽ പോലും എപ്പോഴും കേരളത്തിൽ ഇപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത് പ്രായോഗികമല്ല. കാരണം 91 തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി പല സന്ദർഭം വന്നപ്പോൾ റിട്ടേണിംഗ് ഓഫീസർക്ക് അടികൊണ്ട് ഓടേണ്ടി വന്നു. കിഷോർ ചന്ദ്രദേവനും മസ്കറ്റ് ഹോട്ടലിൽ ഓടേണ്ടി വന്നു. പിന്നീട് സംഘടനാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് ഇപ്പോൾ സാഹചര്യത്തിൽ നടക്കില്ല. സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കില്ല എന്നൊക്കെ ഉമ്മൻചാണ്ടിക്കും അറിയാം. സുധീരൻ സ്വീകാര്യനല്ല. സ്വീകാര്യനല്ല എന്ന് അതിന് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന സുധീരനെ മാറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുധീരനെ രാഹുൽ ഗാന്ധി ഒരിക്കലും മാറ്റില്ല. സുധീരനല്ലേ സ്വയം മാറണം. സ്വാഭാവികമായിട്ട് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചോളം ഉമ്മൻചാണ്ടി കരുണാകരനെ വരെ അട്ടിമറിച്ച ശക്തനായ നേതാവാണ്. അതിനുശേഷം ആന്റണിക്ക് പോലും ഉമ്മൻചാണ്ടിക്ക് വിധേയനായി നിൽക്കേണ്ടി വന്നു. ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ അധികാരത്തിലേക്ക് പോലും എത്താതെ ഉമ്മൻചാണ്ടി കരുണാകരനെ വീഴ്ത്തി ആന്റണിയെ വെക്കുന്നുണ്ട്. അപ്പോൾ അധികാരവും സ്ഥാനവും ഒന്നും അദ്ദേഹത്തിന് ഈ യുദ്ധത്തിലൊരു പ്രശ്നമേ അല്ല. അധികാരവും സ്ഥാനവും അല്ല പ്രശ്നം. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ പണ്ട് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കരുണാകരനായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്തും രാജീവ് ഗാന്ധി. പിന്നീട് ഹൈക്കമാൻഡ് ആന്റണിയാണ്. ഇപ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടേതായ ചില താല്പര്യങ്ങളോ നീരസമൊക്കെ ഉണ്ടാകും. പക്ഷേ കേരളം സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും DC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ ആണെങ്കിലും എനിക്കറിയാം, ആന്റണിയുമായിട്ടുള്ള ബന്ധമുള്ള ആളുകൾക്ക് അറിയാം, ആന്റണി തന്നെയാണ് ഹൈക്കമാൻഡ്. അപ്പോൾ AK ആന്റണിക്ക് കേരളത്തിലെ കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്രീ ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ ഈ പാർട്ടിക്ക് മുന്നോട്ട് പ്രവർത്തിച്ചു പോകാൻ കഴിയുന്നില്ല എന്നത് ഹൈക്കമാൻഡിന് കാണാൻ കഴിയുന്നതാണ്. പ്രതിപക്ഷം എന്ന നിലയിൽ ശക്തമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഹൈക്കമാൻഡ് നിയോഗിച്ചിട്ടുള്ള രമേശ് ചെന്നിത്തലയെയും VM സുധീരനെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു യുദ്ധം നടത്തിയാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു രമേശിനെ തള്ളി പറയുന്നില്ല. അതൊക്കെ ഒരു ഡിപ്ലോമസിയാണ്. കാരണം രണ്ടുപേരും ഒരു ശത്രുവാക്കാൻ പറ്റില്ലല്ലോ. രമേശ് പ്രതിപക്ഷ നേതാവായി നിൽക്കുന്നു. അടുത്ത ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുമ്പോഴത്തേക്കൊണ്ട് ഇനിയും ഒരു അംഗത്തിനുള്ള വാല്യം സത്യം പറഞ്ഞാൽ ഇല്ല. പക്ഷേ കരുണാകരൻ ഇതേ അവസ്ഥയായിരുന്നു. കരുണാകരൻ അധികാരം നഷ്ടപ്പെട്ട് വന്നപ്പോഴത്തേക്കൊണ്ട് മകനെ നിലനിർത്തുക എന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് വേണ്ടി മകനെ കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്, പുതുപ്പള്ളി കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമുണ്ട്. പക്ഷേ എങ്കിൽ പോലും കരുണാകരൻ യുദ്ധം നടത്തി തളർന്നതുപോലെ നമ്മുടെ മുന്നിലെ പുതിയ സാഹചര്യം എന്നത് കരുണാകരനെ പോലെ തളർന്ന ഒരു നിലയിലല്ല ഉമ്മൻചാണ്ടി. ഇപ്പോഴും അദ്ദേഹം ശക്തനാണ്. കാരണം അദ്ദേഹത്തിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവർ അത്രയും ചെറിയ നേതാക്കന്മാരാണ്. കോൺഗ്രസ് വിട്ടുപോയ സാഹചര്യത്തിൽ ശക്തൻ തന്നെയായിരുന്നു. കരുണാകരന് വലിയ അല്ലല്ല, നമ്മൾ ഓരോരോ സാഹചര്യമായി എടുക്കരുത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഇപ്പോഴത്തെ നിലയിൽ ശക്തൻ തന്നെയാണെന്ന് മാത്രവുമല്ല, ഘടകകക്ഷികളുടെ ശക്തമായ പിന്തുണയും അദ്ദേഹത്തിനൊപ്പമുണ്ട്. ഇപ്പോൾ ഈ ഘടകകക്ഷി ലീഗ് അടക്കമുള്ളവർ കേന്ദ്ര നേതൃത്വത്തെ ഈ ഹൈക്കമാൻഡിനെ പോയി കണ്ട് ഇതാണ് ഇവിടുത്തെ സാഹചര്യം എന്ന നിലയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ സാഹചര്യം മാറില്ല എന്നുണ്ടോ? ഘടകകക്ഷി എന്ന് പറയാൻ ലീഗ് മാത്രമേ ഉള്ളൂ. കേരള കോൺഗ്രസ് പോയല്ലോ. ഇപ്പോൾ കേരള കോൺഗ്രസ് പോകാനുള്ള കാരണം എന്താ? പാർക്കോടെ കേസിൽ KM മാണിക്കും K ബാബുവിനും 2 നീതിയായിരുന്നു. അതുകൊണ്ട് ഘടകകക്ഷികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഘടകകക്ഷികൾ പ്രതിപക്ഷത്തിൽ നിൽക്കണം, വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ മുസ്ലിം ലീഗ് തന്നെ CPM എടുക്കാത്തതുകൊണ്ടല്ലേ നിൽക്കുന്നത്. ഇല്ല, ഇപ്പോൾ ഈ 42 കൊല്ലമൊക്കെയായി ഉള്ള ഒരു ബന്ധത്തെ താങ്കൾ അങ്ങനെ നിഷ്കരണം അങ്ങ് തള്ളിക്കളയരുത്. ഒരു സാഹചര്യത്തിൽ അവരുടെ നിസ്സഹായത കൊണ്ടാണ് നിൽക്കുന്നതെന്ന മട്ടിൽ ലീഗ് ഇതിലൊരു പ്രധാനപ്പെട്ട കക്ഷിയാണ്. ലീഗ് എപ്പോഴും ഈ കാര്യത്തിൽ വലിയൊരു റോള് ദേശീയ തലത്തിൽ വഹിച്ചിട്ടുണ്ട്. കേരളത്തിലെ പാർട്ടിയുടെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഇന്നും അവർ സംസ്ഥാന തലത്തിൽ മുതിരുന്നുണ്ട്. കൈവിട്ടാൽ അവർ ദേശീയ തലത്തിലേക്ക് മുൻകൈ എടുക്കുകയും ചെയ്യും. എന്ന് മാത്രമല്ല, അവരുടെ പ്രധാനപ്പെട്ട വിയോജിപ്പ് എന്ന് പറയുന്നത് VM സുധീരന്റെ രാഷ്ട്രീയ ലൈനിനോട് തന്നെയാണ്. VM സുധീരന്റെ വിയോജിപ്പല്ല പ്രശ്നം. ഇവിടെ ഹൈക്കമാൻഡ് തീരുമാനിച്ച KPCC പ്രസിഡന്റിനെയും ഹൈക്കമാൻഡ് തീരുമാനിച്ച പ്രതിപക്ഷ നേതാവിനെയും ഡീസ്റ്റെബിലൈസ് ചെയ്തൊരു നിലപാടെടുക്കാൻ ഹൈക്കമാൻഡ് സമ്മതിക്കില്ല. അതിന് മുസ്ലിം ലീഗിൻ്റെ വാദം കേട്ടിട്ടാണോ? വർഗീയ സംഘടനയെന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ നിലപാട് കേട്ടിട്ട് ഇവിടെ കോൺഗ്രസ് രാഷ്ട്രീയം തീരുമാനിക്കും. പിന്നെ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് എങ്ങനെയാണ് പോയത്? ശരി, ഞാനൊരു ഇടവേളയ്ക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.